Accounting for partnership. Basic concepts. Calculation of interest on drawings. Question number 61. Karun is a partner in a firm. He withdrew the following amounts during the year 2004. അപ്പോൾ ഇതിൽ താഴെ ഓരോ ഡേറ്റിലും വിഡ്രോ ചെയ്ത എമൗണ്ടുകളാണ് തന്നിരിക്കുന്നത്. ഫെബ്രുവരി 1 4,000, മെയ് 1 10,000, ജൂൺ 30 4,000, ഒക്ടോബർ 30 12,000, ഡിസംബർ 31 4,000. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇസ് ടു ബി ചാർജ്ഡ് അറ്റ് 7.5%. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ടു ബി ചാർജ്ഡ് ഓൺ കരുൺസ് ഡ്രോയിങ്സ് ഫോർ ദ ഇയർ 2004. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത ഡിഫറെൻറ്റ് ഡേറ്റിൽ ഡിഫറെൻറ്റ് എമൗണ്ട്സുകളാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. മുൻപത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഫിക്സഡ് എമൗണ്ട് ഈസ് വിഡ്രോൺ റെഗുലർലി ഫോർ ഈച്ച് മന്ത്. അത്തരം സിറ്റുവേഷനിൽ ഇൻട്രസ്റ്റ് എങ്ങനെയായിരുന്നു കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്? ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ആവറേജ് പീരീഡ്. ഈ പ്രോബ്ലത്തിൽ ഡിഫറെൻറ്റ് എമൗണ്ട്സ് ആർ വിഡ്രോൺ അറ്റ് ഡിഫറെൻറ്റ് ഇൻ്റർവെൽസ്. അതായത് വ്യത്യസ്ത പീരീഡിൽ വ്യത്യസ്ത എമൗണ്ടുകളാണ് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ എങ്ങനെയാണ് ഇവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കി നോക്കാം. ഫെബ്രുവരി 1 വിഡ്രോ ചെയ്തത്. എത്രയാണ്? 4,000 ആണ്. അപ്പോൾ ഇവിടെ 5 ഡേറ്റുകളിലായിട്ടാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. അതും ഡിഫറെൻറ്റ് ഇൻ്റർവെൽസിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫെബ്രുവരി 1 വിഡ്രോ ചെയ്ത എമൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 4,000 ഇൻറ്റു 7.5% ഇൻറ്റു 11/12. 11 കിട്ടിയത് എങ്ങനെയാണ്? ഫെബ്രുവരി 1 30 ഡിസംബർ വരെ. മെയ് 1 വിഡ്രോ ചെയ്തപ്പോഴോ 10,000 ഇൻറ്റു 7.5 ഇൻറ്റു 8/12. ജൂൺ 30 4,000 ഇൻറ്റു 7.5% ഇൻറ്റു 6/12. ഒക്ടോബർ 31 വരുമ്പോൾ 12,000 ഇൻറ്റു 7.5 ഇൻറ്റു 2/12. ഡിസംബർ 31 4,000 ഇൻറ്റു 7.5% 0/12. അതായത് നാലാമത്തെ സിറ്റുവേഷനിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. അങ്ങനെ എല്ലാ ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ ഇൻട്രസ്റ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഓരോ ഡേറ്റിലും ഇൻട്രസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം പ്രൊഡക്റ്റ് മെത്തേഡാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രൊഡക്റ്റ് മെത്തേഡ് എടുക്കുന്നത്? ഡിഫറെൻറ്റ് എമൗണ്ട്സ് ആർ വിഡ്രോൺ അറ്റ് ഡിഫറെൻറ്റ് ഇൻ്റർവെൽസ്. അതായത് ഓരോ ഡേറ്റിലും വ്യത്യസ്തമായ എമൗണ്ടുകളാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് പ്രൊഡക്റ്റ് മെത്തേഡ് അനുസരിച്ച് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ ഇതിൻ്റെ നോട്ട് എഴുതുക. പ്രൊഡക്റ്റ് മെത്തേഡിൻ്റെ നോട്ട് എഴുതുക. സിറ്റുവേഷൻ 5. when varying amounts are withdrawn at different intervals. When the partners withdraw different amount of money at different time intervals, the interest is calculated using the product method. അതായത് പാർട്ട്നേഴ്സ് പല ടൈമിൽ പല എമൗണ്ടിൽ വിഡ്രോ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അണ്ടർ ദ പ്രൊഡക്റ്റ് മെത്തേഡ് ഫോർ ഈച്ച് വിഡ്രോവൽ ദ മണി വിഡ്രോൺ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ദ മന്ത്സ് ഫോർ വിച്ച് ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിന് പകരം പ്രോബ്ലത്തിലൂടെ പറഞ്ഞുതരാം. അതായത് ഓരോ വിഡ്രോവലിൻ്റെയും എമൗണ്ട് എത്ര മാസത്തേക്കാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദ മന്ത്സ് ഈസ് കാൽക്കുലേറ്റ് ഫ്രം ദ ഡേറ്റ് ഓഫ് വിഡ്രോവൽ ടു ദ ഡേറ്റ് ഓഫ് അക്കൗണ്ടിങ് പിയർ. ഇനി എത്ര മാസത്തേക്കാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കുന്നത്? ഡേറ്റ് ഓഫ് വിഡ്രോവൽ മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെയാണ്. The products so calculated are total and interest for 1 month at the specified rate is worked out. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ സ്റ്റെപ്പുകളും നമ്മളവിടെ കാൽക്കുലേഷനിൽ കാണിക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യണം. അപ്പോൾ പ്രൊഡക്റ്റ് മെത്തേഡ് അനുസരിച്ച് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? സം ഓഫ് പ്രൊഡക്ട്സ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് മെത്തേഡ് അനുസരിച്ച് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഈ നോട്ട് മുഴുവനും എഴുതി കഴിഞ്ഞിരിക്കണം. അതിന് ശേഷമാണ് ക്വസ്റ്റ്യൻ നമ്പർ 61ൻ്റെ സൊല്യൂഷൻ എഴുതേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 61 ഹെഡിങ് കൊടുക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അതിനുശേഷം ടേബിൾ വരയ്ക്കാം. 4 കോളാണ് വരയ്ക്കേണ്ടത്. ഫസ്റ്റ് കോളം ഡേറ്റ്, സെക്കൻഡ് കോളം എമൗണ്ട് ഓഫ് വിഡ്രോവൽ, തേർഡ് കോളം ടൈം പീരീഡ്, ലാസ്റ്റ് കോളം പ്രൊഡക്ട്സ്. ഇനി ഡേറ്റ് കോളത്തിൽ കൊടുക്കേണ്ടത് ഏതാണ്? ഡേറ്റ് ഓഫ് വിഡ്രോവലാണ്. ക്വസ്റ്റ്യനിൽ ഏതൊക്കെ ഡേറ്റിലാണ് വിഡ്രോ ചെയ്തേക്കണമെന്ന് തന്നിട്ടുണ്ട്. ആ ഡേറ്റുകളാണ് അവിടെ എഴുതുക. ഏതൊക്കെ ഡേറ്റിൽ വിഡ്രോ ചെയ്തിരുന്നത്? ഫെബ്രുവരി 1, മെയ് 1, ജൂൺ 30, ഒക്ടോബർ 31, ഡിസംബർ 31.
ഇനി അടുത്ത സെക്കൻഡ് കോളത്തിൽ എഴുതേണ്ടത് ഏതാണ്? ഓരോ ഡേറ്റിലും വ്യത്യസ്തമായിട്ടുള്ള എമൗണ്ടുകളാണല്ലോ വിഡ്രോ ചെയ്തിരിക്കുന്നത്. ആ എമൗണ്ടുകൾ എഴുതണം. ഫെബ്രുവരി 1 ഏതാണ്? 4,000. മെയ് 1 10,000. ജൂൺ 30 4,000. ഒക്ടോബർ 31 12,000. ഡിസംബർ 31 4,000. തേർഡ് കോളം ടൈം പീരീഡ്. ടൈം പീരീഡ് എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് വിഡ്രോവൽ മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെയുള്ള മന്ത്സുകളാണ്. ഇപ്പോൾ ഫെബ്രുവരി 1 എന്ന് പറയുമ്പോൾ ഫെബ്രുവരി 1 തൊട്ട് 30 ഡിസംബർ വരെ 11 മന്ത്സ് ആണ് വരുന്നത്. മെയ് 1 എന്ന് പറയുമ്പോൾ 8 മന്ത്സ് ആണ് വരുന്നത്. ജൂൺ 30 എന്ന് പറയുമ്പോൾ 1 ജൂലൈ തൊട്ട് 30 ഡിസംബർ വരെ 6 മന്ത്സ് ആണ്. ഒക്ടോബർ 31 എന്ന് പറയുമ്പോൾ നവംബർ 1 തുടങ്ങി ഡിസംബർ വരെ കഴിയുന്നത് വരെ 2 ആണ്. ഡിസംബർ 31 മന്ത്സ് ഇല്ല, കാരണം ലാസ്റ്റ് ഡേറ്റിൽ തന്നെയാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടൈം പീരീഡ് 0 ആയിരിക്കും. ഇനി പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? എമൗണ്ട് ഓഫ് വിഡ്രോവൽ ഇൻറ്റു ടൈം പീരീഡ്. 4,000 ഇൻറ്റു 11 44,000. 10,000 ഇൻറ്റു 8 80,000. 4,000 ഇൻറ്റു 6 24,000. 12,000 ഇൻറ്റു 2 24,000. 4,000 ഇൻറ്റു 0 0. ഇനി ഇവിടെ പ്രൊഡക്റ്റിൻ്റെ കോളം, അതായത് ഫോർത്ത് കോളം ഇവിടെ ടോട്ടൽ ചെയ്യും. ടോട്ടൽ ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 1,72,000. അങ്ങനെ പ്രൊഡക്റ്റ് കിട്ടി കഴിഞ്ഞാൽ അതിനെ പറയാം 1,72,000 നമ്മൾ എന്താ വിളിക്കാം? സം ഓഫ് പ്രൊഡക്ട്സ് എന്നാണ് വിളിക്കാം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. പ്രൊഡക്റ്റ് മെത്തേഡ് അനുസരിച്ച് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? സം ഓഫ് പ്രൊഡക്ട്സ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12. ദാറ്റ് ഈസ് ടോട്ടൽ എത്രയാണ്? 1,72,000 ഇൻറ്റു റേറ്റ് എത്രയാണ്? 7.5 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 1/12. ദാറ്റ്സ് ഈക്വൽ ടു 1,075. അപ്പോൾ പ്രൊഡക്റ്റ് മെത്തേഡ് അനുസരിച്ച് പ്രൊഡക്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല അറിഞ്ഞിരിക്കണം. അപ്പോൾ ഏതൊക്കെ കോളം ഹെഡിങ്സ് കൊടുക്കേണ്ടത്? ഡേറ്റ്, എമൗണ്ട്, ടൈം പീരീഡ്, പ്രൊഡക്റ്റ്. എമൗണ്ട് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് വിഡ്രോവലാണ്. ടൈം പീരീഡ് എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് വിഡ്രോവൽ മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെയുള്ള മന്ത്സ് ആണ്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഇൻറ്റു ടൈം പീരീഡ്. അതിനുശേഷം സം ഓഫ് പ്രൊഡക്ട്സ് കാൽക്കുലേറ്റ് ചെയ്യാം. സം ഓഫ് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് മെത്തേഡ് അനുസരിച്ച് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല അപ്ലൈ ചെയ്യണം. ഫോർമുല ഏതാണ്? സം ഓഫ് പ്രൊഡക്ട്സ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 62. അനീഷ് ഈസ് എ പാർട്ട്ണർ ഇൻ എ ഫേം ആൻഡ് ഹിസ് വിഡ്രോവൽസ് ആർ ആസ് ഫോളോസ്. വ്യത്യസ്ത ഡേറ്റുകളിൽ വ്യത്യസ്ത എമൗണ്ടുകളാണ് തന്നിരിക്കുന്നത്. അത് വായിച്ചു നോക്കാം. ചാർജ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 5% പെർ ആനം യൂസിങ് പ്രൊഡക്റ്റ് മെത്തേഡ്. അപ്പോൾ പ്രൊഡക്റ്റ് മെത്തേഡ് എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത്? ഡിഫറെൻറ്റ് എമൗണ്ട്സ് ആർ വിഡ്രോൺ അറ്റ് ഡിഫറെൻറ്റ് ഇൻ്റർവെൽസ് ഓഫ് ടൈം പീരീഡ്. ഡിഫറെൻറ്റ് ടൈം ഇൻ്റർവെൽ എന്ന് പറയാൻ എന്താ കാരണം? അവിടെ ഇങ്ങനെ എല്ലാ മാസമെന്നോ അല്ലെങ്കിൽ എല്ലാ ക്വാർട്ടറിനോ അങ്ങനെയൊന്നും ഇല്ല. അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള പീരീഡിൽ പൈസ ആവശ്യം തോന്നിയപ്പോൾ ആ സമയങ്ങളിലെല്ലാം വിഡ്രോ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പ്രൊഡക്റ്റ് മെത്തേഡ് അനുസരിച്ച് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഹെഡിങ് കൊടുക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. 4 കോളാണ്. ഡേറ്റ്, എമൗണ്ട്, ടൈം പീരീഡ്, പ്രൊഡക്ട്സ്. അതിൽ ഡേറ്റ് കോളത്തിൽ ഏതാണ് എഴുതേണ്ടത്? ഡേറ്റ് ഓഫ് വിഡ്രോവൽസ് ആണ്. ജാനുവരി 31, മാർച്ച് 31, ജൂൺ 30, ഒക്ടോബർ 31, ഒക്ടോബർ 31. ഇനി എമൗണ്ടിൽ ഏതാണ്? എമൗണ്ട് ഓഫ് വിഡ്രോവൽ ആണ്. ഓരോ ഡേറ്റുകളിലുള്ള വിഡ്രോവൽസ് ആണ് തന്നിരിക്കുന്നത്. ടൈം പീരീഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഡേറ്റ് ഓഫ് വിഡ്രോവൽ മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെ. ജാനുവരി 31 എന്ന് പറയുമ്പോൾ ഫെബ്രുവരി 1 തുടങ്ങി ഡിസംബർ 31 വരെ 11 മന്ത്സ് ആണ് വരുന്നത്. മാർച്ച് 31 എന്ന് പറയുമ്പോൾ ഏപ്രിൽ 1 തുടങ്ങി ഡിസംബർ 31 വരെ 9 മന്ത്സ് ആണ്. ജൂൺ 30 എന്ന് പറയുമ്പോൾ 6 മന്ത്സ് ആണ്. ഓഗസ്റ്റ് 31 എന്ന് പറയുമ്പോൾ 4 മന്ത്സ് ആണ്. ഒക്ടോബർ 31 എന്ന് പറയുമ്പോൾ 2 ആണ്. ഇനി പ്രൊഡക്ട്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? എമൗണ്ട് ഇൻറ്റു ടൈം പീരീഡ്. 3,611 39,600. 2,400 ഇൻറ്റു 9 21,600. 4,800 ഇൻറ്റു 6 28,800. 1,200 ഇൻറ്റു 4 4,800. 6,000 ഇൻറ്റു 2 12,000. ഇനി എന്ത് ചെയ്യണം? സം ഓഫ് പ്രൊഡക്ട്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഫോർത്ത് കോളം ടോട്ടൽ ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടിക്കുന്നത്? 1,06,800. ഇനി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എഴുതാം. ഏതാണ്? പ്രൊഡക്റ്റ് മെത്തേഡ് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല സം ഓഫ് പ്രൊഡക്ട്സ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12. അപ്പോൾ എത്രയാണ് സം ഓഫ് പ്രൊഡക്ട്സ്? എത്രയാണ്? 1,06,800 ഇൻറ്റു 5/100 ഇൻറ്റു 1/12. ദാറ്റ്സ് ഈക്വൽ ടു 445. അപ്പോൾ പ്രൊഡക്റ്റ് മെത്തേഡ് അനുസരിച്ച് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നത് എപ്പോഴാണ്? ഡിഫറെൻറ്റ് എമൗണ്ട്സ് ആർ വിഡ്രോൺ അറ്റ് ഡിഫറെൻറ്റ് ഇൻ്റർവെൽസ്. ഫോർമുല എന്താണ്? സം ഓഫ് പ്രൊഡക്ട്സ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12.